എല്ലാവർക്കും നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ 6 മണി തൊട്ട് 1:30 വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ ബ്രഷ് ചെയ്യാൻ എടുത്ത് നോക്കുമ്പം ബ്രഷിൻ്റെ ചാർജൊക്കെ പോയിരിക്കുന്നു. അപ്പോൾ ഓൾ ഔട്ട് ഞാൻ ജനൽ തുറന്നപ്പോൾ ഓൾ ഔട്ട് ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് ഓഫാക്കിയിട്ട് വേണം ബ്രഷ് കുത്തി വയ്ക്കാൻ, ചാർജ് ചെയ്യാൻ വയ്ക്കാൻ. ഇന്നും കൊണ്ട് പല്ല് തേച്ചില്ല എന്നൊന്നും വിചാരിക്കരുത്. സാധാരണ ബ്രഷ് എനിക്കുണ്ട്, അതെടുത്തിട്ട് ഞാൻ പല്ല് തേച്ചു. ചിക്കന് ഫ്രീസറിൽ വെച്ചതായിരുന്നു. ഈ വെച്ച പാത്രത്തിൻ്റെ ഷേപ്പിലാണ് അതിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റ് ആവാൻ വെച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, 1-ാം പാല്, 2-ാം പാല്, പിന്നെ കറിവേപ്പില, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിരുന്നു. ഇനി ഇത് അരിയണം. ഇതിൻ്റെ തൊലി കളയുന്നതിൻ്റെ, തോലുരിയുന്നതിൻ്റെ ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ചിക്കന് പാകമായി വന്നിട്ടുണ്ട്. അത് ഞാൻ കഴുകി വാരി വെള്ളം വാലാൻ വെച്ചു. ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീഫ് ഇതൊക്കെ ഇട്ടു. അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിക്കാണ് മൂപ്പ് കൂടുതൽ. പിന്നെ വെളുത്തുള്ളി ഇടും. പിന്നെയാണ് എന്താ പറയുക, സവോളയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് ഇടും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് ഞാനിതൊക്കെ അരിയാൻ പോകും. അതൊക്കെ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് കളഞ്ഞതാണ്. പ്രാവശ്യം ഇങ്ങനെ ഇളക്കും. അത് കഴിഞ്ഞാൽ ഒരെണ്ണം എടുത്ത് അരിയും. അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ഇനി ഉള്ളിയൊക്കെ ഞാനിങ്ങനെ മൂടി വെച്ചു. ഉപ്പിട്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. ഉപ്പിട്ടിട്ട് അടച്ച് വെച്ചാൽ പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും. പിന്നെ പച്ചമുളക് ഞാൻ അവസാനമാണ് ചേർക്കുന്നത്. പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ വരണമെങ്കിൽ വല്ലാണ്ട് വഴന്നു പോകാതിരുന്നാൽ ആ ഫ്ലേവർ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാം കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോഴാണ് പച്ചമുളക് ചേർക്കുന്നത്. പിന്നെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് ചേർത്തത്. 2 സ്പൂണ് എന്താ പറയുക മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തത്. കുരുമുളക് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിക്കന് പിന്നെ മുളക് കൂടി നിന്നിട്ട് മല്ലി കുറയ്ക്കണമെന്നാണ് പറയുന്നത്. എന്നാലും ടേസ്റ്റൊക്കെ കുഴപ്പമില്ലായിരുന്നു. മസാല ഒരുവിധം അതിൻ്റെ പച്ചമണം മാറിയപ്പോഴത്തേക്കും ഞാൻ ചിക്കനും കൂടെ ചേർത്ത്, പിന്നെ എപ്പോഴാണെങ്കിലും ഞാൻ ഇത് വേവിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു പുതിയ എന്താ പറയുക വഴറ്റാത്ത കുറച്ച് ഉള്ളിയും ഇഞ്ചിയും അതൊക്കെ കൂടെ ഇടും. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് 2-ാം പാലാണ്. 2, 3, 4 ഒക്കെ പാലാണ്. ഞാൻ പറ്റുന്ന പോലെ ഇങ്ങോട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. കുക്കറിലൊന്നും അല്ലാത്തത് കൊണ്ട് വെള്ളം തികയാതെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ പച്ചവെള്ളമോ ചൂടുവെള്ളമൊക്കെ ചേർക്കണ്ടേ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതൽ തേങ്ങാപ്പാൽ ഇങ്ങനെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ടായിട്ട് എടുത്തതാണ്. പിന്നെ ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പരത്തുന്നതും അങ്ങനെയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ചപ്പാത്തിക്ക് നല്ലൊരു പലക ഉള്ളതാണ്. എത്ര പലക ഉണ്ടെങ്കിലും ഈ പലക മരത്തടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാണെങ്കിൽ പൊടിയൊന്നും സൈഡിലേക്ക് പോവില്ല. നല്ലൊരു സൗകര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. മറ്റേ ചെറിയ റൗണ്ട് ആയതുകൊണ്ട് അപ്പുറം ഇപ്പുറയൊക്കെ ഇങ്ങനെ പൊടി വീണിട്ട് ഈ ഉണ്ടാക്കുന്ന ഭാഗങ്ങളെല്ലാം വൃത്തികേടായി മാറും. അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് എടുത്തു. ചിക്കന് പിന്നെ മറ്റൊരു സ്റ്റൗവിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഉണ്ടായത്. ഓരോ പണി ചെയ്തിട്ട് അടുത്തത് കൂടെ ചെയ്യാൻ നിന്നാൽ കുറേ സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഓരോ ഭാഗം തീർത്തിട്ട് പിന്നെ അടുത്തത് വേഗം വേഗം അതിൻ്റെ ഒപ്പം തന്നെ ചെയ്ത് പോകും. എരിവ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തു. പിന്നെ ഞാൻ തനിപ്പാലും കൂടെ ഒഴിച്ചു. കുറച്ച് വറവിടാമെന്ന് വിചാരിച്ചു. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, വറവിടാമെന്ന് വിചാരിച്ചു. ഇഞ്ചിയും കറിവേപ്പിലയും മാത്രമേ ഇടുന്നുള്ളൂ. ചിലർ കടുക് പൊട്ടിക്കും. ഞാൻ ചിക്കന് കടുക് പൊട്ടിക്കാറില്ല. എനിക്കെന്തോ കടുകിൻ്റെ ടേസ്റ്റ് ചിക്കന് വരുമ്പോൾ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിക്കാതെയാണ് ഉണ്ടാക്കിയത്. നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് ഞാൻ വേഗം വേറൊരു പാത്രത്തിലേക്ക്, സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്ത് ഞാനും ചായ കുടിക്കാൻ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത്. എനിക്ക് കുറച്ചുകൂടെ പണിയൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചക്കത്തേക്കുള്ള പച്ചക്കറിയൊക്കെ അങ്ങനെ മാറ്റി വയ്ക്കലും അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകാൻ ക്ലീനാക്കാൻ തുടങ്ങി. പാത്രം കഴുകുന്ന വീഡിയോ ഒക്കെ ഞാൻ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം ഒന്നും അങ്ങനെ ഉൾപ്പെടുത്തുന്നില്ല. കാണുന്നവർക്കത് ബോറടിക്കുമല്ലോ.
കഴിഞ്ഞ ദിവസം ഞാൻ പ്ലേറ്റുകളൊക്കെ വെക്കുന്ന പാത്രം വെക്കുന്ന ട്രേ കഴുകിയിട്ടില്ലായിരുന്നു, ആ ബാസ്ക്കറ്റ് കഴുകിയിട്ടില്ലായിരുന്നു. ഒന്നരാടം ദിവസം എന്നും കഴുകേണ്ടതാണ്, പക്ഷേ ഞാൻ ഒന്നരാടം ദിവസമൊക്കെ ആക്കി കഴുകുക. പിന്നെ അപ്പം ഞാനിത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വാർന്നു പോയി കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക്, വേറൊരു ബേസണിലേക്കും വേറൊരു ബാസ്ക്കറ്റ് ഉണ്ട് അതിലേക്കൊക്കെ മാറ്റി വയ്ക്കും. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഇന്നലെ ഞാൻ കഴുകിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇന്ന് രാവിലെ പാത്രം കഴുകുന്നതിന് മുന്നേ ആയിട്ട് ട്രേയും ബാസ്ക്കറ്റും സ്പൂൺ വയ്ക്കുന്ന ആ സ്റ്റാൻഡും ഒക്കെ കഴുകാമെന്ന് വിചാരിച്ചു. നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കിച്ചണിൽ ഓരോ ജോലി എടുത്തുകൊണ്ട് നിന്നാൽ സമയം പോകുന്നത് അറിയേയില്ല. വളരെ ഒരു മനസ്സിനുമൊക്കെ ഒരു റിലാക്സേഷനാണ്. നമുക്ക് എവിടെയെങ്കിലും ധൃതി പിടിച്ച് പോകാനൊക്കെ ഉണ്ടെങ്കിൽ സുഖമൊന്നും കിട്ടുകയില്ല. നമുക്ക് സാവധാനം ഇങ്ങനെ പണി തീർത്താൽ മതി, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കുറച്ച് വിമ്മാണ് ലിക്വിഡ് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ചെറിയ ഒരു എന്താ പറയുക സൈഡ് കട്ട് ചെയ്തതായിരുന്നു. അപ്പം ഞാൻ കാണാതെ ഇരുന്നതായിരുന്നു, അതുകൊണ്ട് അത് കുറച്ച് പിന്നെ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ബോട്ടിൽ നേരത്തെ ഒഴിച്ച് വെച്ചിരുന്ന ബോട്ടിലാണ്, ഞാനിങ്ങനെ കവറിൽ മേടിച്ചിട്ട് ബോട്ടിലേക്ക് പകർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം വളരെ ചെറിയ എന്താ പറയുക കിഴുത്തേ ഇട്ടിരുന്നുള്ളൂ. അതാ നല്ല ബബിൾസൊക്കെ ഇങ്ങനെ പൊന്തി പറന്ന് നല്ല ഊതി വിട്ടു സൈഡിലേക്ക്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുപ്പിയിലേക്ക് ഒഴിക്കാമെന്നൊക്കെ വെച്ചിട്ട് അവിടെ വെച്ചു. നമ്മുടെ ജനലിൻ്റെ പുറത്ത് അണ്ണാനും കാക്കയും ഒരു കുഞ്ഞിക്കിളിയും കൂടെ ഭയങ്കര കളിയാണ്. അണ്ണാൻ അവിടെ ഇരിക്കും, അപ്പോൾ കാക്ക വന്നിട്ട് ഒരു തള്ളു തള്ളും. അണ്ണാൻ ഓടിപ്പോയിട്ട് അതാ മൂപ്പരിയ്ക്കുന്ന കുഞ്ഞിക്കിളിക്കിട്ട് ഒരു കൊത്താണോ കടിയാണോ എന്താണോ ഒന്ന് കൊടുക്കും. അവർ വളരെ ഫ്രണ്ട്സാണ്. എന്നിട്ട് ഞാൻ കുറച്ച് ബ്രെഡിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തു, അത് ഓടി വന്ന് എടുക്കും. എനിക്ക് ജനലിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണത്തില്ല, പക്ഷെ അത് വന്ന് എടുക്കും. അതാ നോക്കിയിരിക്കുന്നത്. ഞാൻ ജനവാതിൽ തുറക്കുമ്പോഴേ അവർ വരാറുണ്ട്. അപ്പോൾ കുറച്ച് പുറത്തേക്ക് പോയ ലിക്വിഡൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ പിന്നെ എന്താ പറയുക വാഷ് ബേസിനൊക്കെ ഒന്ന് തുടച്ച് ഇട്ടു. എന്താ ഞാൻ ബ്രെഡ് കഷ്ണം ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് പക്ഷേ കാണത്തില്ല, അത് വന്ന് തിന്നുന്നതൊന്നും കാണത്തില്ല. ഞാൻ മരത്തിലൊരു ചിരട്ടയിൽ എന്താ പറയുക ഒരു കയറൊക്കെ കെട്ടിയിട്ട് വെള്ളവും കൂടെ കുടിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി വല്ല പാമ്പൊക്കെ വന്ന് കുടിക്കാവോ, എനിക്ക് പേടിയാണ്. താഴെയല്ല, കുറച്ച് ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പൂച്ച വന്നിട്ട് പിന്നെ ഈ അണ്ണാനെയൊക്കെ പിടിക്കും. അതെനിക്കൊരു സങ്കടമാണ്. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ഞാൻ ലിക്വിഡ് ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെയാണ് അധികവും കഴുകാറ്. അത് പ്രത്യേകമായിട്ട് എന്താ പറയുക അതിൻ്റെ അകവശം ഇങ്ങനെ സ്ക്രാച്ച് ഒന്നും വീഴാതെ ശ്രദ്ധിച്ചാണ് ഞാൻ അടുക്കി വെക്കുന്നത്. മറ്റു പാത്രങ്ങളുടെ കൂട്ടത്തിൽ അത് വയ്ക്കാറില്ല. പിന്നെ നമ്മുടെ ഒരു വാഴ കൊലച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു വാഴയുടെ ചുണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പപ്പടമൊക്കെ കാച്ചുമ്പം എക്സ്ട്രാ വരുന്ന എണ്ണയാണ്. അതൊക്കെ ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളിൽ ഒഴിച്ച് വെക്കും. അപ്പം നമുക്കിങ്ങനെ കയ്യെ പുരട്ടാനും കത്തിയാലൊക്കെ തുരുമ്പ് വരാതെയൊക്കെ എന്താ പറയുക പുരട്ടി കൊടുക്കാനൊക്കെ നല്ലതാണ്. അപ്പം ഞാനിങ്ങനെ ഒഴിച്ച് വെക്കാറാണ് ചെയ്യുന്നത്. അങ്ങനെ വാഴയുടെ കൂമ്പിന് കുറച്ച് കറയൊക്കെ ഉണ്ടെന്ന് പറയല്ലേ, അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു. ഒരു കുറച്ച് സമയം മതിയതുകൊണ്ട് ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. ഞാൻ സ്റ്റീൽ പാത്രമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചോറ് വയ്ക്കാൻ, പക്ഷെ ഞാൻ എന്താ പറയുക പിന്നെയും കുക്കറിലേക്ക് തന്നെ വന്നു. അപ്പോൾ അരിയൊക്കെ ഞാൻ കഴുകി ഇട്ടു. കല്ലൊന്നും ഇല്ലാത്ത അരിയാണെങ്കിൽ ഞാനിങ്ങനെ വെള്ളത്തിൽ നിന്ന് വാരിയാണ് ഇടുന്നത്. അതാണ് എനിക്കൊരു സംതൃപ്തി തരുന്നത്. വാഴയുടെ കൂമ്പ് ഞാൻ അധിക നേരം ഒന്നും വെള്ളത്തിലിട്ടില്ല, ഞാനൊരു അരിപ്പയിലോട്ട് വാരുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ അരിപ്പ വെച്ച് തന്നെ അങ്ങോട്ട് കഴുകിയിട്ട് കളർ മാറുമെന്നൊക്കെ പറയും. അപ്പം ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ അരിപ്പ അങ്ങോട്ട് മുക്കി വയ്ക്കും. അപ്പം ഞാൻ നാളികേരം കുറച്ച് മതി, ചിരകിയതില്ലായിരുന്നു, അതൊക്കെ ചിരകി വെച്ചു. പിന്നെ എന്താ പറയുക എൻ്റെ അപ്പച്ചട്ടിയിലാണ് ഞാൻ പിന്നെ തോരൻ വയ്ക്കാൻ പോണത്. അപ്പോൾ ഞാൻ കുറച്ച് കടുക് താളിച്ചിട്ടാണ് അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി സിമ്മിൽ അടച്ച് വയ്ക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല, അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. എന്ത് വാഴയാണെന്ന് എനിക്കറിയില്ല, ചുണ്ടില്ലാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു കറയോ ഒരു എന്താ പറയുക കയ്പോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. വളരെ നല്ല നേന്ത്രക്കായ പിന്നെ ഉപ്പേരി വെക്കുന്ന പോലെ അതിലും ടേസ്റ്റായിട്ടാണ് ഇരുന്നത്. പിന്നെ കുറച്ച് മോര് കാച്ചാനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് മോര് കാച്ചുന്നത്. അവിയലൊക്കെ വയ്ക്കുന്ന ചട്ടിയാണിത്. നാളികേരമൊക്കെ ചേർക്കാതെ വെറുതെ കടുകും പിന്നെ എന്താ പറയുക പച്ചമുളകും ചുമന്ന മുളകും ഒക്കെ താളിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്.
ചോറ് അവിടെ വെന്ത് വന്നിരിപ്പുണ്ട്. 4 അടുപ്പുള്ളത് കൊണ്ട് ഒരു കറിയും കൂടെയൊക്കെ വെക്കാം. പക്ഷെ ഞാൻ 3 എണ്ണം ഇപ്പം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളൂ. തീരെ വെള്ളം അങ്ങനെ ഒഴിക്കാതെയാണ് വാഴത്തൂമ്പ് കറി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും. പിന്നെ ഇനിയിപ്പോൾ കറിച്ചോവയൊക്കെ വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പയറൊക്കെ ചേർക്കായികയായിരുന്നു. കളയേണ്ടി വന്നാൽ എല്ലാം കൂടെ കളയണ്ടെന്ന് വിചാരിച്ച്. മോരാണെങ്കിൽ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ എന്താ പറയുക, അല്ല നല്ല പിരിവിരുന്നനെ ഇരിക്കും, കാണാനൊന്നും ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ പിന്നെ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. വാഴച്ചുണ്ട്, വാഴത്തൂമ്പെന്നൊക്കെ പറയും. അത് റെഡിയായി വന്നു. ഞാൻ അപ്പോൾ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇല്ലെങ്കിൽ തുരുമ്പ് ചുവ വരും, ടേസ്റ്റ് വരും. ചുവ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, കൊളോക്കിയൽ ലാംഗ്വേജാണ്. അപ്പോൾ ഞാൻ മോര് റെഡിയായിട്ടുണ്ട്, തോരന് റെഡിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കുറച്ച് അവിയൽ ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ എന്താ പറയുക തിളപ്പിക്കുകയല്ല, നല്ല ചൂടാക്കുന്നുണ്ട്. ഇതാണ് അവിയൽ. അതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം ഈ ഇപ്പോഴേ ഊണിന് വേണ്ടത് മാത്രം എടുത്തിട്ട് പിന്നെ തിളപ്പിക്കും. പിന്നെ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ 2 കലത്തിൽ ഞാൻ തിളപ്പിച്ച് വെക്കും. ഒന്ന് തീരുമ്പം ഒന്നെടുക്കും. അത് ഒന്ന് കഴിയുമ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക, റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ തിളപ്പിക്കാൻ വെച്ച് ചോറ് വെന്തു ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അയൺ കടായികളൊക്കെ നന്നായിട്ട് തേച്ച് കഴുകിയിട്ട് വെള്ളം വാലാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുകയാണ്. അല്ലെങ്കിൽ വെയിലത്ത് കൊണ്ടുപോയി വെക്കണം. വെയിലത്തേക്ക് ഇനി പോകാനൊക്കെ മടിയാണ്, ടെറസിലേക്കൊക്കെ കയറി പോകണം. പിന്നെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. കുറച്ച് പൊടി, ഇങ്ങനെ എത്ര തുടച്ചാലും അതിൽ പെട്ടെന്ന് പൊടി വരും. അങ്ങനെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആകെ അലങ്കോലപ്പെട്ടൊക്കെയാണ് കിടക്കുന്നത്. എനിക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. എഴുതിയ പെന്നും ഒക്കെ അവിടെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഊണ് കഴിക്കുമ്പോഴത്തേനും അത് ശരിയാക്കി വെക്കണം. പണിക്ക് ആളെ വെക്കാമെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ എനിക്ക് ഇങ്ങനെ ജോലിയൊക്കെ എടുത്ത് ജീവിക്കുന്നതാണ് ഇഷ്ടം. സാധാരണക്കാരിയായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. അതാണെങ്കിൽ പിന്നെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. അതിൽ നിന്ന് വലിയ താഴേക്ക് പോകാനുമില്ല. എന്തെങ്കിലും ഒരു ഉയർച്ച കിട്ടിയാൽ അതുണ്ടാവുകയും ചെയ്യും. പക്ഷെ നമ്മൾ നല്ല ഇങ്ങനെ എന്താ പറയുക, ഹൈ സ്റ്റാറ്റസിലൊക്കെ ഇരുന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പല മാനസിക പ്രശ്നങ്ങളൊക്കെ വരും. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് സാധാരണക്കാരിയായിട്ട് ജീവിക്കുന്നതാണ് ഇഷ്ടം. പറ്റുന്ന കാലമൊക്കെ അങ്ങനെ ജോലിയൊക്കെ എടുത്ത് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ജോലികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഊണ് കഴിക്കാനിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.